ഹലോ, ഗുഡ് ഈവനിങ്. ഇത് എൻ്റെ ബേസിൻ്റെ താഴെ ഞാൻ ഇവിടെ ഓൾറെഡി കൗണ്ടിറ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളത്തിൽ. വേണ്ട, കാരണം നമുക്ക് നൈറ്റ് വിഷനും കിട്ടും, പിന്നെ അൺലിമിറ്റഡ് ബ്രീത്തിങ്ങും കിട്ടും. എനിക്ക് ഒരു ഈ സാധനം വേണം. ആളെടുത്ത് കഴിപ്പിക്കാൻ മറന്നു. അതുപോലെ ഈ റെക്കോർഡിങ് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ചെറിയൊരു ലാഗുണ്ട് കിട്ടാനും പിടിക്കാനും. എനിക്കൊരു ട്രൈഡൻറ്റ് വേണമായിരുന്നു ഓട്ടോമാറ്റിക് ആക്കാനായിട്ട്. എൻ്റെ ഗോൾഡ് ഫാം ഓട്ടോമാറ്റിക് ആക്കാനായിട്ട് ഒരു ട്രൈഡൻറ്റ് ഒപ്പിക്കണം. പക്ഷേ ഇന്നലെ ഒരു ട്രൈഡൻറ്റ് എനിക്ക് കിട്ടി. പക്ഷെ മണ്ടത്തരം എന്ന് പറഞ്ഞാൽ ഞാനതിൽ മറ്റേ എറിയുമ്പോൾ തിരിച്ചു വല്ല ഒരു എൻചാൻറ്റ്മെൻ്റ് ഉണ്ടല്ലോ, ആ എൻചാൻറ്റ്മെൻ്റ് അറിയാതെ ഇമ്പെയിലിങ് 5 അതറിയാതെ ആഡ് ചെയ്തു. അത് ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ മോപ്പ് ഫാമിൽ അത് യൂസ് ചെയ്യാൻ പറ്റില്ല. എറിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു വരുമല്ലോ. അപ്പോൾ പുതിയൊരു ട്രൈഡൻറ്റ് ഒപ്പിക്കാനുണ്ട്. ഒരാളെ കൊന്നിട്ടേ നമുക്ക് നോക്കിയിട്ട് മുകളിലോട്ട് പോവാം. ഇതെൻ്റെ ഫിഷിങ് ഏരിയ ആയിരുന്നു കേട്ടോ. ഇതുണ്ട് വടക്ക് വശത്ത് നോർത്ത് സൈഡിൽ നിന്നുള്ള വ്യൂ ആണിത്. ഇമാരാണ് കാവൽക്കാരാണ്. ഇതിൽ 2 പേരെ ഞാൻ നിർത്തി വെച്ചാണ്. ഒരുത്തനെ കൂടെ കൊണ്ടുപോകാൻ വെള്ളത്തിൽ മുങ്ങി ചത്തുപോയി. ഇതൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കണം. ചെറിയൊരു ഹാങ് ഉണ്ട്, അതാണ് ഇങ്ങനെ ഡിലേ വന്നോട്ടെ. അത് ഈ റെക്കോർഡിങ് ഓണാക്കി കഴിയുമ്പോഴത്തേക്കും പിന്നെ ഇതൊക്കെ ഇതിൻ്റെ ഒക്കെ അടിയിലൊക്കെ ഓപ്പർ ലൈൻ ഓടിച്ചേക്കണം കേട്ടോ, മൊത്തം സ്റ്റോറേജിലേക്ക് ഇവിടുത്തെ. പിന്നെ ഓരോ തൂണിലും ബീസിനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ഇവിടെ തന്നെ കിട്ടും. ഇതിൻ്റെ അകത്ത് ബീസില്ല. ബീസിനെ കൊണ്ടുവന്നു. ഇത് ബീട്രൂട്ട്, ഇത് ക്യാരറ്റ്. മതിലിവിടെ കെട്ടി വെച്ചേക്കണമെന്ന് പറഞ്ഞാൽ ഇവന്മാർ ഇവിടെ വന്ന് നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ പാസ് ചെയ്യും. അപ്പോൾ 2 ഫാമിലും ഒരു പ്രാവശ്യം ക്യാരറ്റ് മാത്രമായി പോയി. പിന്നെ എനിക്ക് അവിടുത്തെ വില്ലേജറിനെ കൊന്ന് വേറെ ഫാർമറിനെ സെറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം മതിൽ കെട്ടി വെച്ചിട്ട് ആ അറ്റത്ത് ഞാൻ ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് വെച്ചിന്. അടുത്ത് വന്ന് നിൽക്കുമ്പോൾ വലിച്ചെടുക്കണ്ട. പിന്നെ ഇത് ഒരു മോപ്പ് ഫാമാണ് കേട്ടോ. തുടക്കത്തിൽ ഇതിൻ്റെ അകത്ത് തന്നെ എല്ലാം വരട്ടയില്ലെന്നും പറഞ്ഞ് ഉണ്ടാക്കി വെച്ചതാണ്. പക്ഷെ അത് അത്രക്ക് പോരാ. ഇതിൻ്റെ ബിൽഡിങ്ങിൻ്റെ അകത്ത് ഇതൊരു മലയായത് കാരണം കുറേ സ്ഥലമൊക്കെ ഞാൻ എക്സ്പ്ലോർ ചെയ്ത് ടോർച്ചൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. എന്നാലും വരും. ഇനി ട്രേഡിങ് ഹാള് കാണിച്ചു തരാം കേട്ടോ. മൊത്തം 43 ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ, ഞാൻ മറന്നുപോയി. നമുക്ക് എണ്ണ
ഇതൊക്കെ 4 പേര് മറ്റേ ഇതാണ്. ഇതൊക്കെ ബുച്ചർ. പെട്ടെന്ന് പേര് തന്നെയില്ല. 4 ബുച്ചറുണ്ട്. പിന്നെ ഇതൊക്കെ വീവർമാരാണ്. ഷെപ്പേഡ്. ഇതൊരു ഫ്ലച്ചർ. ആകെ ഒരു ഫ്ലച്ചറേ ഉള്ളൂ. ഒരു ഫ്ലച്ചറിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ നമ്മുടെ അയൺ ഫാമിൻ്റെ അകത്ത് ഇഷ്ടംപോലെ ഫ്ലച്ചേഴ്സ് ഉണ്ട്. 20 ഫ്ലച്ചേഴ്സ് ഉണ്ട്. അപ്പം അത് മതി, ഒരെണ്ണം മതി. പിന്നെ ഇത് പ്രൊട്ടക്ഷൻ 4 ആണ്. എന്നിട്ട് ഇനി അൺലോക്ക് ചെയ്യാനുണ്ട്. ഇത് കണ്ട ഷാർപ്നെസ് 5 ഉണ്ട്. മെൻഡിങ്ങും ഇൻഫിനിറ്റി ഇവിടെ കിട്ടും. അൺബ്രേക്കിങ്, ഫോർച്യൂൺ 3, എഫിഷ്യൻസി 5. ഇത് നമുക്ക് മറ്റേ വർക്ക് നമുക്ക് മെയിനായിട്ട് ഇത് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് റോട്ട ഫ്ലഷ്, അത് 2 പേരെ നിർത്തിയിട്ടുണ്ട്. പിന്നെ ഇതാണ് പപ്പു. ഈ വില്ലേജറിനാണ് ഇത്. സോംബിഫൈഡ് വില്ലേജറായിരുന്നു. ഇയാളെ കൊണ്ടുവന്നിട്ട് മറ്റേ വിച്ച്, ഇന്നലത്തെ എപ്പിസോഡിൽ കാണിച്ച വിച്ചില്ലേ, ആ വിച്ചിനെ കൊണ്ട് ഹാർനസ് പോർഷൻ എറിയിപ്പിച്ച് ഗോൾഡൻ ആപ്പിൾ കൊടുത്ത് ഗിയർ ചെയ്ത വിച്ചാണ്. ഈ വിച്ചിൻ്റെ പേരുണ്ടോ പപ്പു. എൻ്റെ പെണ്ണുമ്പിള്ളയുടെ പേരുണ്ടോ. ഇവൻ ഉണ്ടോ, ഞാൻ കുറേ കള്ളത്തരമൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഉണ്ടാവും ഒരു എമറാൾഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗോൾഡൻ ബൂട്ട് കിട്ടും. ആ ഗോൾഡൻ ബൂട്ട് ഈ അൺഎൻചാൻറ്റിങ് ടേബിള് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കൊണ്ടുവന്നിട്ട് അതിങ്ങോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയമണ്ടായിട്ട് കിട്ടും. കള്ളത്തരമാണ്, എന്നാലും നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ എല്ലാ സാധനവും ഇതിൻ്റെ അകത്ത് തന്നെ കിട്ടും. മൈനിങ്ങിനൊന്നും പോകണ്ട. ഡയമണ്ട് ഓൾമോസ്റ്റ് എനിത്തിങ്. ഈ ഇതുണ്ടോ, ഇതിൻ്റെ അകത്തൊരു ചെറിയ മറ്റേ ഓട്ടോമാറ്റിക് അല്ല, ഓട്ടോമാറ്റിക് അല്ല, മുകളിൽ ലാഭം ഒഴിച്ച് വെച്ചിട്ട് 20 മിനിറ്റ് കൂടുമ്പോൾ 20 മിനിറ്റ് കൂടുമ്പോൾ ഇതിലിങ്ങനെ നിറഞ്ഞു തരും. അപ്പം ഞാൻ ഫ്യൂവലായിട്ട് ഇതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കോളിൻ്റെ ആവശ്യവും കുറഞ്ഞു. കോള് പിന്നെ ടോർച്ച് ഉണ്ടാക്കാം. അതിനിപ്പോൾ ഇഷ്ടംപോലെ കോപ്പർ ഉണ്ട് എൻ്റെ കയ്യിൽ. അത് വെച്ചിട്ട് കോപ്പർ ടോർച്ച് ഉണ്ടാക്കാം. എന്താ പിന്നെ ഈ ലാസ്റ്റത്തെ 4 പേര് ബീട്രൂട്ട്. 33 വില്ലേജേഴ്സ് ഉണ്ട്. 33 പ്ലസ് 4 പേര് ഇതിൻ്റെ അകത്ത് നിൽക്കുന്ന വില്ലേജർമാരുണ്ട്. ഓട്ടോമാറ്റിക് ഫാം ആക്കാൻ വേണ്ടി 4 പേര് അതിൻ്റെ അകത്തുണ്ട്. 33 37 വില്ലേജേഴ്സിൻ്റെ ട്രേഡിങ് ഹാളാണിത്. അതിൽ ഇവൻ മാത്രമേ നമുക്ക് ഗോൾഡൻ ക്യാരറ്റ് തന്നെയുള്ളൂ. ബാക്കി എല്ലാവരും അവസാനമായി കഴിഞ്ഞപ്പോഴത്തേക്കും മറ്റേ ഗോൾഡൻ വാട്ടർ മെലോൺ ഇത് ഈ സാധനമാണ്. ഇത് വേണ്ട, ഞാൻ ഗോൾഡൻ ക്യാരറ്റ് അത് മതി. ഇപ്പോൾ ഇതിൻ്റെ അകത്തുള്ള എല്ലാ സാധനങ്ങളും അറ്റത്ത് പൊട്ടറ്റോ ഫാം കാണിച്ചില്ലല്ലോ അല്ലേ. ഇന്നിപ്പോൾ ഫാം എക്സ്പ്ലെയിൻ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഇത് മാത്രമേ കാണിക്കണുള്ളൂ. ഇത് പൊട്ടറ്റോ ഫാം. പിന്നെ തണ്ണിമത്തൻ, ഇത് ഷുഗർ കെയിൻ. നമുക്ക് റോക്കറ്റ് ഉണ്ടാക്കാനും പേപ്പർ ഉണ്ടാക്കാനും എല്ലാ ആവശ്യത്തിനും 3 ഫാം ഞാൻ ഷുഗർ കെയിന് മാത്രം കൊടുത്തേക്കണേ. പിന്നെ ഫാം വഴി ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നടുക്ക് ഉണ്ടോ ഇതിൻ്റെ ഇതൊക്കെ സ്ലാബാണ് വെച്ചേക്കണം. ഇതിൻ്റെ അടിയിൽ വെള്ളം ലോക്ക് ചെയ്ത് വെച്ചേക്കണേ. അപ്പം നമുക്ക് ഇത് ഈ ഒരെണ്ണത്തിൽ മാത്രമേ ഒന്നും വളർത്താൻ പറ്റാണ്ടുള്ളൂ. ഇതിൻ്റെ അടിയിലും വെള്ളവും മനസ്സിലായോ. പിന്നെ ഇതിൻ്റെ അകത്ത് അയൺ ഗോളമൊന്നും, നേരത്തെ അയൺ ഗോളം മൊത്തം ഇവിടെ ഇരുന്ന് സ്പോണാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ഇങ്ങനെ മറ്റേ പാത്ത് ബ്ലോക്ക് ആക്കി ഇട്ടേക്കണത്. എന്താ ഇവന്മാർക്ക് അത്രയും സ്ഥലം ഇവിടെ കിടപ്പുണ്ട്. അതിൻ്റെ അകത്ത് കൂടി പോയല്ലോ. അവന് ഈ ലൈറ്റ് മാറ്റിയാലേ അവൻ പോവുള്ളൂ. പിന്നെ ഓൾമോസ്റ്റ് ഞാൻ പോയ ബയോംസിൽ നിന്ന് പിന്നെ മറ്റേ നമ്മുടെ വാണ്ടറിങ് ട്രേഡറിൻ്റെ അടുത്തുനിന്ന് ട്രേഡ് ചെയ്തും കുറേ പൂക്കളൊക്കെ മേടിച്ച് വെച്ചതൊക്കെ ഇവിടെ ഓരോന്ന് സാമ്പിളായിട്ട് നട്ടിട്ടുണ്ട്. എപ്പോഴെങ്കിലും ആവശ്യം വരുമ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ബോൺ മീൽ ചെയ്താൽ മതിയല്ലോ. പിന്നെ ഈ അൺക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചിട്ട് കുറേ പൂക്കൾ മേടിച്ചിട്ട് അൺക്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഈ കുറേ വെറൈറ്റി പൂവൊക്കെ കിട്ടിയിട്ടുണ്ട്. അതെല്ലാം ഞാൻ സ്റ്റോറേജിൽ വെച്ചിട്ടുണ്ട്. അതൊക്കെ കുറേയൊക്കെ നടാനുണ്ട്. കുറേ പണി ബാക്കിയുണ്ട്. ഇതാണ് ഈ സെറ്റപ്പ് കേട്ടോ. പിന്നെ
ഇതിൻ്റെ മുകളിൽ ഈ ട്രേഡിംഗ് ഹാളിൽ ഉണ്ടാവുന്ന അയങ്കോളൊക്കെ സ്പോൺ ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ മുകളിൽ ഇത് മൊത്തം 17 നിലയുള്ള ബിൽഡിങ്ങാണ്. അതായത് ഒരു മല വെച്ചിട്ടുണ്ടാക്കിയതാണേ. ഇത് പശുത്തൊഴുത്ത്, ഇത് പന്നിത്തൊഴുത്ത്. ഇതുണ്ട്, ഇതിൻ്റെ ഒത്ത് കയറി ഇവന്മാർ. അപ്പം ഇവന്മാർക്കൊന്നും ആവശ്യം അങ്ങനെ വരാറില്ല. തുടക്കത്തിലേക്ക് വേണ്ടിയായിരുന്നു ഇഷ്ടം. എൻ്റെ അടുത്തൊന്നും പോയി നിൽക്കാൻ പറ്റില്ല. ഇതിന് മാത്രം മുട്ടയുണ്ടാവും. കോഴി, ആട്, ഒരു ഓൾമോസ്റ്റ് എല്ലാ കളറും ഞാനിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നമുക്ക് കൂടുതലും വൈറ്റാണ് യൂസ് ചെയ്യാറ്. പിന്നെ മുയലിൽ എനിക്കില്ലാത്തത് വൈറ്റ് കളറാണ്, നഷ്ടപ്പെട്ടു പോയി. അത് ഞാൻ ഹാർവെസ്റ്റ് ചെയ്യണ സമയത്ത് കണ്ണും പൂട്ടിയിൽ നിന്ന് വെട്ടണമല്ലോ, അപ്പം എല്ലാം കൂടി പോകും. പിന്നെ തൽക്കാലത്തേക്ക് പറഞ്ഞല്ല, നെതർവാർട്ട്, അത് ഇവിടെ തൽക്കാലത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അപ്പുറത്ത് ഒരു ടണലാണ്, ഒരു വാട്ടർ ടണൽ. ഇത് ഒരു തടാകത്തിലേക്ക് നീണ്ട് ഇറങ്ങി നിൽക്കുന്ന ഒരു മലയുടെ പോർഷനാണ്. ഇതെല്ലാം കണ്ടല്ലോ അല്ലേ? ഗ്രൗണ്ട്, ഫസ്റ്റ് ഫ്ലോറ്, ഞാൻ പറഞ്ഞില്ലേ ഒരു അയൺ ഫാം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. ഇത് പക്ഷെ അയങ്കോളമൊക്കെ തോന്നിയ പോലെ കേട്ടോ. അവർക്ക് തോന്നിയ സമയത്ത് ചിലപ്പോൾ സ്പൂണാകും. പക്ഷെ എനിക്ക് വേറെ അയൺ ഫാം ഉണ്ട്. ഇത് ജസ്റ്റ് ഇവിടെ ഉണ്ടാകണ അയങ്കോളമൊക്കെ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇവന്മാർ വട്ടം വരും, അറിയാതെ വെട്ടും. പിന്നെ ഇവന്മാരുടെ ഐഡി മേടിക്കേണ്ടി വരും. എന്നുള്ളത് ഞാനിതും ഇതിൻ്റെ മുകളിലും ഞാൻ ഇതേപോലെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് മനസ്സിലാവും. ഇത് എത്രാമത്തെ നിലയാണെന്നാ? ഗ്രൗണ്ട്. ഇത് സെക്കൻഡ് ഫ്ലോറാണ്. സെക്കൻഡ് ഫ്ലോറിൽ ഈ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഉണ്ടാകണതും ഇങ്ങനെ ഒഴുകി ഉണ്ടായി, വെള്ളം ഒഴുകി ഇതിങ്ങനെ ഒഴുകി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉണ്ട്. ഇതിൻ്റെ താഴെ ആ ബോക്സൊക്കെ ഇരിക്കണ ഹോപ്പർ ലൈനാണത്. അങ്ങനെ നേരെ എൻ്റെ മെയിൻ സ്റ്റോറേജിലേക്ക് വന്നോളൂ. പിന്നെ ഇവിടെയൊക്കെ മലയുടെ ഭാഗം കേട്ടോ. ഇതൊക്കെ ഇങ്ങോട്ട് ഇങ്ങനെ ഒരു ഇതിന് വേണ്ടിയിട്ട്. ഇത് ശരിക്കും കോട്ടയുടെ ഭാഗമല്ല, കോട്ടയുടെ വെളിയിലുള്ള ഭാഗമാണ്. ഇതൊക്കെ ഭാവിയിൽ ഒന്നെങ്കിൽ ഞാൻ മൊത്തത്തിൽ പൊളിച്ചോളയും. മല മൊത്തം തുറന്ന് ഈ കാസ്റ്റിൽ മാത്രം ഈ ഒരു പോർഷനിൽ പൊങ്ങി നിൽക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്യും. നമുക്ക് എന്തായാലും മുകളിൽ വരെ ജസ്റ്റ് സ്റ്റെപ്പിൽ പോയി കാണിച്ചു തരാം. ഞാനിത് ബിൽഡ് ചെയ്ത് വെച്ചേക്കണം സ്റ്റെയർ കേസ് റൂമേ. ഇതിപ്പോഴത്തെ 4 ഇതുണ്ട്. ഇത് വാട്ടർ ലെവറ്ററാണ്. ഇത് താഴത്തേക്ക് പോകാനുള്ളത് ഉണ്ടോ. നേരെ താഴത്തേക്ക് ചാടിയ വാട്ടർ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡാമേജ് ഒന്നും പറ്റില്ല. ഇതിൽ കയറിയെന്നാൽ നേരെ മുകളിലേക്ക് പോവാം. ഇത് മറ്റേ ഫോൾഡ്. ഇത് മൈനിങ് ഏരിയയും കൂടിയാണ് കേട്ടോ. ഇത് മൈനിങ് ഏരിയ. എനിക്ക് തന്നെ കൺഫ്യൂഷനാണ്. കുറേ മൈനിങ് ഏരിയ ഒക്കെ ഉണ്ട്. പുറത്തോട്ട് ഇറങ്ങാനുള്ള. ഇത് 5ാമത്തെ നില. ഇത് താഴെ നമ്മുടെ ഫാമിൻ്റെ അകത്തുള്ള മറ്റേ ഇതില്ലേ, മോബ് ഫാം. അതിൻ്റെ ബിൽഡ് ഇതാണ്. ഇതിൻ്റെ അകത്താണ് മറ്റേ ഡാർക്ക് റൂമിൻ്റെ അകത്ത് മോബ് സ്പോണായിട്ട്
ഈ ട്രാക്കിൽ കൂടി വെള്ളം ഒഴുക്കി നടുക്ക് ഈ കാണുന്ന ട്യൂബിൽ കൂടി താഴെ നമ്മുടെ കില്ലിങ് ഏരിയയിൽ കൊണ്ടുവന്നിട്ട് കൊല്ലാനുള്ള സെറ്റപ്പ്. രാത്രി ഇപ്പം നമ്മൾ 6ാമത്തെ നില വരെ കണ്ടിട്ടുണ്ട്. ഈ 6ാമത്തെ നില കംപ്ലീറ്റ് ആയിട്ടില്ല, നമുക്ക് പുറത്തോട്ടൊക്കെ പോകണം. ഞാൻ അടുത്ത ദിവസം ഞാൻ കാണിച്ചു തരാം. തൽക്കാലം ഇപ്പം കിടന്നുറങ്ങിയിട്ട് നമ്മൾ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ കണ്ടവർക്ക് ഇത് കംപ്ലീറ്റ് കാണണം എന്നൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ കുറേ ഉണ്ട് കാണാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് കുറച്ച് വീഡിയോസ് ചെയ്ത് അപ്പം ചെയ്യുമ്പോഴാണല്ലോ ഇത് എങ്ങനെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമെന്ന് പഠിക്കണത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ വീഡിയോ ഒക്കെ ചെയ്യാം. 3-4 മണിക്കൂർ ഇതിനു വേണ്ടി ചിലവാക്കും. എക്സ്പീരിയൻസ് ഇല്ലാത്തതിൻ്റെ പേരിലാണ് കേട്ടോ. അപ്പം എന്തെങ്കിലും ടിപ്സൊക്കെ പറഞ്ഞു തരുമെങ്കിൽ വളരെ നന്നായിരുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.